നിർണായകമായ സുപ്രീം കോടതി വിധി നിലനിൽക്കെ വീണ്ടും സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പണി ഇരന്നു വാങ്ങുകയാണ്. സർവകലാശാല കാര്യങ്ങളിലും വൈസ് ചാൻസലർ നിയമനത്തിലും സർക്കാരിന് നേരിട്ടിടപെടാൻ സാധിക്കില്ലെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടെന്ന് പ്രമേയം പാസാക്കിയ മന്ത്രി ആർ ബിന്ദുവിന്റെ നടപടി നിയമപ്രശ്നമാകും. ചാൻസലറായ ഗവർണറുടെ അഭാവത്തിലോ അദ്ദേഹത്തിന് കടമ നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലോ പ്രോ ചാൻസലറായ മന്ത്രിക്ക് ചാൻസലറുടെ എല്ലാ അധികാരവും കടമയും നിർവഹിക്കാമെന്നാണ് നിയമത്തിൽ പറയുന്നത്. ചാൻസലർ പദവി ഒഴിഞ്ഞുകിടക്കുകയോ ചാൻസലർക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താലാണ് പ്രോ ചാൻസലർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. എന്നാൽ ചാൻസലറുടെ അഭാവത്തിൽ എന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ പ്രോ ചാൻസലർക്ക് ആ അധികാരം ലഭിക്കും എന്ന രീതിയിലാണ് മന്ത്രി വ്യാഖ്യാനിച്ചത്. സെനറ്റ് യോഗത്തിന് മന്ത്രി എത്തുന്നു എന്നറിഞ്ഞ ഓഫീസിൽ VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ മന്ത്രി നേരെ സെനറ്റ് ചേംബറിലേക്കാണ് പോയത്. വിവരമറിഞ്ഞ് VC എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിൽ മന്ത്രി ഇരിക്കുന്നു. പ്രോ ചാൻസലർ എന്ന ബോർഡ് മന്ത്രിയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്നു. തൊട്ടടുത്ത് രജിസ്ട്രാറുടെ കസേരയിൽ VC ഇരുന്നു. യോഗം തുടങ്ങട്ടെ എന്ന് മന്ത്രി ചോദിച്ചപ്പോൾ നിയമമനുസരിച്ച് താനാണ് അധ്യക്ഷത വഹിക്കേണ്ടതെന്ന് VC ചൂണ്ടിക്കാട്ടി. പ്രോ ചാൻസലർ എന്ന നിലയിൽ താനാണ് അധ്യക്ഷത വഹിക്കേണ്ടതെന്ന് മന്ത്രി പറയുകയും ചാൻസലറുടെ അഭാവത്തിൽ തനിക്ക് അധികാരമുണ്ടെന്ന വകുപ്പ് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ചാൻസലർ അധികാരപ്പെടുത്തിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന് VC വാദിച്ചു. എങ്കിൽ ആ ഭാഗം കാണിക്കാൻ മന്ത്രി പറഞ്ഞു. പ്രോ ചാൻസലറുടെ അധികാരത്തെക്കുറിച്ച് നിയമത്തിൽ ഒരു വാചകമേ പറയുന്നുള്ളൂ. ഇക്കാര്യം നിയമത്തിൽ കണ്ടില്ലെന്ന് VC പ്രതികരിച്ചു. കാർഷിക സർവകലാശാല ജനറൽ കൗൺസിലിൽ കൃഷിമന്ത്രിക്ക് അധ്യക്ഷത വഹിക്കാമെങ്കിൽ ഇവിടെ തനിക്ക് അധ്യക്ഷത വഹിക്കാമെന്ന് മന്ത്രി പറഞ്ഞതിന് VC എതിർത്തു. കാർഷിക സർവകലാശാലയിൽ VC ആണ് അധ്യക്ഷത വഹിച്ചതെന്നും മന്ത്രി പങ്കെടുക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അജണ്ട മാത്രമാണ് സെനറ്റ് യോഗത്തിനുള്ളിലെന്ന് VC പറഞ്ഞത് ബഹളത്തിനിടയാക്കി. അധ്യക്ഷത വഹിക്കുന്നത് മന്ത്രിയാണോ VC ആണോ എന്ന് ചോദിച്ച് LDF അംഗങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ പ്രതിപക്ഷവും ബഹളം തുടങ്ങി. തുടർന്ന് ഇരു കൂട്ടരും നടുത്തളത്തിലിറങ്ങി. അധ്യക്ഷ വേദിക്കു ചുറ്റും അംഗങ്ങൾ നിലയുറപ്പിച്ചു. ഇതിനിടെ ഗവർണറുടെ നിർദ്ദേശം തള്ളുന്നതായി പ്രമേയം അവതരിപ്പിക്കുകയും 63 വോട്ടിന് പാസ്സായെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. യോഗത്തിന്റെ മിനിറ്റ്സിൽ ഒപ്പുവയ്ക്കാൻ VCയോട് മന്ത്രി ആവശ്യപ്പെട്ടു. VC ഇത് നിരസിച്ചതോടെ മന്ത്രി തന്നെ ഒപ്പുവച്ചു. സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനാണ് യോഗമെന്നും പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നൽകാമെന്നും VC അറിയിച്ചു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ 2 മുൻ VCമാരുടെ പേരുകൾ എഴുതി VCക്ക് നൽകി. LDF അംഗങ്ങൾ കടലാസ് തട്ടിയെറിയുകയും ബഹളം വെക്കുകയും ചെയ്തു. സ്ഥിതി വഷളാകുന്ന സാഹചര്യത്തിൽ യോഗം പിരിച്ചുവിടാമെന്ന് VC നിർദ്ദേശിക്കുകയും യോഗം പിരിയുന്നതായി മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരള സർവകലാശാല നിയമം 9 വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ്. വകുപ്പ് 7(2) പ്രകാരം ചാൻസലറായ ഗവർണർ ഹാജരായാൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലർക്ക് ചാൻസലറുടെ അധികാരങ്ങൾ വഹിക്കാനാകൂ. ഈ വകുപ്പ് വ്യാഖ്യാനിച്ചാണ് മന്ത്രി അധ്യക്ഷത വഹിച്ചത്. ചാൻസലർ സംസ്ഥാനത്തുണ്ടെന്നിരിക്കെ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. കേരള സർവകലാശാല VC സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പറഞ്ഞു. അംഗത്തെ നിർദ്ദേശിക്കാൻ ചേർന്ന സെനറ്റിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി അറിഞ്ഞുവെന്നും അത് അവരുടെ രീതിയാണെന്നും ഗവർണർ പറഞ്ഞു. മന്ത്രിയാണോ പ്രശ്നം ഉണ്ടാക്കിയതെന്ന ചോദ്യത്തിന് അത് നിങ്ങൾക്കറിയാമല്ലോ എന്നായിരുന്നു മറുപടി. ഏതായാലും ഗവർണർ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം നിർണായകമായ നടപടികൾ ഉണ്ടാകും. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം തള്ളിയ കാര്യം അദ്ദേഹം ഹൈക്കോടതിയെ അറിയിക്കും. നാടകീയമായ യോഗത്തിനു ശേഷം മന്ത്രി VCയുടെ ചേംബറിലെത്തി ചർച്ച നടത്തുകയും ചായ കുടിച്ച് പിരിയുകയും ചെയ്തു. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ നൽകാത്ത പക്ഷം ചാൻസലർക്ക് VC നിയമനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി വിധി അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ ഗവർണർക്ക് VC കത്ത് നൽകുമെന്നറിയുന്നു. യോഗത്തിൽ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് ഗവർണർക്ക് VC റിപ്പോർട്ട് നൽകും. മന്ത്രി അംഗീകാരം നൽകിയ പ്രമേയത്തിന്റെ നിയമസാധുത പരിശോധിക്കുന്നതിനായി അതും ഗവർണർക്ക് അയക്കും. സർവകലാശാല ചട്ടത്തിന് വിരുദ്ധമായി പ്രോ ചാൻസലർ എടുക്കുന്ന തീരുമാനങ്ങൾ റദ്ദാക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്.